എല്ലാവർക്കും നമസ്കാരം. ഷേർലീസ് ചാനലിൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മട്ടൻ കറി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറിക്കായിട്ട് നമ്മളൊരു 1.5 കിലോ മട്ടനാണ് ഇവിടെ കഴുകി റെഡിയാക്കി വെള്ളം വാലാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് തക്കാളി, സവാളയും സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ കറി വെക്കാൻ ആരംഭിക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം 1-2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, അല്പം കായം, അതിൻ്റെ പെരിഞ്ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടതിൻ്റെ ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. കരിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ അതിലേക്കിട്ടിട്ട് വഴറ്റി കൊടുക്കാം. വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് വഴന്ന് വരുന്ന സമയത്ത് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് മൂടി വെച്ച് ചീനച്ചട്ടിയിൽ വെച്ച് തന്നെ ഒരു 70% നമുക്കത് ഈ ചീനച്ചട്ടിയിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കറിക്ക് അത്ര ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ നമുക്ക് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനിടയ്ക്ക് നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. 1.5 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 6-7 കഷ്ണം വെളുത്തുള്ളി, നല്ലൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, അതുപോലെ തന്നെ 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മട്ടൺ ഏകദേശം ചീനച്ചട്ടിയിൽ നിന്ന് വഴറ്റി അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കടുകൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചതുണ്ട്, അതൊക്കെ ഈ എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് കൊച്ചുള്ളിയും സവാളയും ഒക്കെയാണ്, അതൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഈ ഉള്ളിക്കകത്തേക്കിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതേ 1.5 തക്കാളിയാണ് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഈ 1.5 തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 1/2 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് തൈര് ചേർത്ത് കൊടുത്ത് ഇളക്കി നോക്കി, അപ്പോൾ പുളി കുറവാണ്. അപ്പോൾ ബാക്കി തൈര് കൂടി ചേർത്ത് കൊടുത്ത് 1/2 കപ്പ് തൈരും ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നല്ലതായിട്ട് ആ മസാലയൊന്ന് തിക്കായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിതിന് മുൻപിട്ടിട്ടുള്ള വീഡിയോസുകളൊക്കെ എല്ലാവരും ഒന്ന് കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പറ്റുമെങ്കിലൊന്ന് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും പൊടിച്ചത്, അതുപോലെ തന്നെ ഗരം മസാല ഒക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഴിവതും നമ്മുടെ മട്ടൻ കറി നല്ല ടേസ്റ്റായിട്ടിരിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തു. അത് നമുക്ക് നല്ലതുപോലെ ഇളക്കാം. നല്ലതുപോലെ മസാലയിലിട്ട് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ കറി വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് മുക്കാൽ വെന്തിരുന്ന മട്ടനാണ്. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. കുറച്ചുകൂടി ബാക്കിയൂടെ വേവുകയും ചെയ്യണം. മസാലയൊക്കെ മട്ടനിൽ നല്ലതായിട്ടൊന്ന് പിടിക്കുകയും ചെയ്യണം. ഇപ്പം നമ്മുടെ മട്ടൻ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എന്നാലും അത്രയ്ക്ക് കൊഴുപ്പായിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്, ഒരു 5-10 കാഷ്യൂനട്ട് അരച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ചാറ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാറ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ വെള്ളച്ചോറിനൊക്കെ കൂട്ടാനായിട്ട് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ഇതിനു മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ
ആ വീഡിയോകളൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളൊരു കറിക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടി ഒരു തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് അധികം വേവിക്കുന്നില്ല, ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനാണ്. പുളിയൊന്നും കൂടാൻ സാധ്യതയില്ല. അപ്പോൾ ആ തക്കാളിയും കൂടെ അതിലേക്കിട്ടിട്ട് ഒരു ഡെക്കറേഷൻ പോലെ അധികം വേവിക്കാതെ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകവും ഏലക്കയും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 1.5-2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ഏലക്കയും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കുന്നത് നല്ലൊരു സ്മെല്ലാണ് കറിക്ക്. സാധാരണ മട്ടൻ ഒരു സ്മെല്ലുണ്ടല്ലോ, എന്തൊക്കെ ചെയ്താലും പോകത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേന് ആ സ്മെല്ലൊന്നും മട്ടൻ കറിക്കേ ഒരു ശകലം പോലും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. വളരെ രുചികരമായിട്ടുള്ള നമ്മളുടെ മട്ടൻ കറി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് മറ്റൊരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ഈ കറി നിങ്ങളും ഒന്ന് റെഡിയാക്കാനായിട്ട് നോക്കണം. ഇടയ്ക്കൊക്കെ എപ്പോഴും മട്ടനൊന്നും വാങ്ങിച്ച് കൂട്ടുന്നില്ലെങ്കിലും എപ്പോഴെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ളൊരു ഗ്രേവിയിലും റെസിപ്പിയിലും ഒന്ന് കറി വെക്കാനായിട്ട് മറന്നു പോകല്ലേ. കറി വെച്ചതിൻ്റെ ശേഷം നിങ്ങളൊരു കമൻ്റ് ഇടുക, അതിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അല്പം കറിവേപ്പിലയൊക്കെ വീണ്ടും ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണിത്. അപ്പം ഞാൻ മുമ്പേ കറിക്കകത്ത് ഒഴിച്ച കാഷ്യൂനട്ടിൻ്റെ കുറച്ച് പേസ്റ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് വീണ്ടും കുറച്ച് കറിയെടുത്ത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടോടെ നമുക്ക് ചപ്പാത്തിക്ക് അപ്പത്തിനും ഒക്കെ കൂട്ടാൻ പറ്റിയ നമ്മുടെ അടിപൊളി രുചിയിലുള്ള നമ്മുടെ മട്ടൻ കറിയുടെ പരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം. അപ്പോൾ നമുക്ക് ഇനിയും പുതിയ വിശേഷങ്ങളും വീഡിയോസുകളും യാത്രകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ബായ്.